പോലീസിന്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള കണ്ണീർ വാതക ആക്രമണങ്ങളെ ചെറുക്കാൻ പുതിയ തന്ത്രവുമായി കർഷകർ. ഡ്രോണുകളെ ചെറുക്കാൻ പട്ടം പറത്തുകയാണ് കർഷകർ. പട്ടത്തിൽ കുരുക്കി തകർക്കുകയാണ് ലക്ഷ്യം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, വലിയ പ്രതിഷേധമാണ്. അതിനെ എങ്ങനെയൊക്കെയാണ് പ്രതിരോധിക്കുന്നതും വലിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പോൾ മറുതന്ത്രങ്ങൾ വിജയിക്കുന്നുണ്ടോ? ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു ഈ സമരക്കാർ? തലസ്ഥാനത്തേക്ക് നീങ്ങുന്നുണ്ടോ ഇപ്പോൾ? ദിവിഷ, ശംഭുവിൽ നിന്നും മുന്നോട്ട് വരാനായിട്ട് കർഷകർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. കടുത്ത പ്രതിരോധം തന്നെയാണ് പോലീസ് അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് രീതിയിൽ ഈ കണ്ണീർ വാതകത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കർഷകർ നീങ്ങിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പട്ടം പറത്തി. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ കണ്ണീർ വാതകം പോലീസ് ഈ കർഷകർക്ക് നേരെ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഡ്രോണുകളെ മുകളിൽ നിന്ന് തന്നെ പട്ടം പറത്തി പട്ടത്തിൽ കുരുക്കി ഡ്രോണുകളെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റൊന്ന്, ഇന്ന് രാവിലെ സംഘർഷം ഉണ്ടായപ്പോൾ അവർ ഉപയോഗിച്ച ഒരു പ്രതിരോധ നടപടിയായിരുന്നു. അതായത് ഈ കണ്ണീർവാതകം എറിയുന്ന സമയത്ത് ചാക്കുകൾ നനച്ച് ആ ചാക്കുകളെ ഈ കണ്ണീർവാതകത്തിന്റെ ഷെല്ലുകളുടെ മുകളിലേക്കിട്ട് അത് തിരിച്ച് പോലീസിന്റെ ഭാഗത്തേക്ക് തന്നെ എറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതിരോധ നടപടി എന്ന് പറയുന്നത്. ഇത് രണ്ടും വിജയം കാണുന്നുണ്ടെങ്കിൽ പോലും ശംഭു അതിർത്തിയിൽ നിന്നും മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവിടെ വീണ്ടും വീണ്ടും ടിയർ ഗ്യാസുകൾ പൊട്ടുന്നു, സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. കണ്ണീർ വാതകം ഉപയോഗിച്ചു തന്നെ ഈ കർഷകരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതായത് ഈ ഡൽഹി അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ മാറിയുള്ള ആ ശംഭു അതിർത്തിയിൽ നിന്നും അവരെ മുന്നോട്ട് വരാനായിട്ട് ഇതുവരെയും പോലീസ് അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് സാധിക്കുന്നില്ല. പലതവണ യോഗം ചെയ്യുന്നുണ്ട്, അതായത് ഇവർ തമ്മിലുള്ള ചില യോഗങ്ങൾ ചേരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നു. അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന അത്രയും സമയത്തും ഒരു കൗണ്ടർ മെഷേഴ്സ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ്. കൂടുതൽ സുരക്ഷാ വിന്യാസവും ഉണ്ട്. അതേസമയം തന്നെയാണ് കൂടുതൽ കർഷകരും ശംഭു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശംഭു മറികടന്നാൽ മാത്രമേ അംബാലയും കുരുക്ഷേത്രയും പോലെയുള്ള ഇടങ്ങളിലേക്ക് വരികയും ഹരിയാനയിൽ നിന്നുള്ള കർഷകർ കൂടി അവർക്കൊപ്പം ചേർന്ന് പിന്നീട് കർണാലിലേക്കും സോണിപ്പത്തിലേക്കും പാണിപ്പത്തിലേക്കും മാർച്ച് ചെയ്ത് ഡൽഹി അതിർത്തിയിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഗുർദാസ്പൂരിൽ നിന്ന് ഉൾപ്പെടെ കർഷകർ ബുൾഡോസർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡൽഹി അതിർത്തിയിലെ വലിയ ബാരിക്കേഡുകൾ തകർത്തെറിയാൻ വേണ്ടി ആ കെൽപ്പുള്ള പ്രത്യേകം സജ്ജീകരിച്ച ബുൾഡോസറുകളാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ശംഭു അതിർത്തിയിൽ വെച്ച് തന്നെ കർഷകരെ പോലീസ് തടുക്കുകയാണ്. ഇത്തരത്തിലുള്ള പട്ടം ഉപയോഗിച്ച് ഈ അവസാനം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലാണ് ഇത്തരത്തിൽ ഈ ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ തന്നെ ഈ കൗണ്ടർ മെഷേഴ്സ് ഫാർമേഴ്സ് ഈ കർഷകർ ഉപയോഗിക്കുമെന്നുള്ള കാര്യം തന്നെ വ്യക്തമാണ്. പക്ഷെ പിന്നീടും മുന്നോട്ടുള്ള യാത്രയിൽ അവരെ വലിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. വലിയ വെല്ലുവിളികൾ മറികടന്ന് വേണം അവർക്ക് മുന്നോട്ട് വരാനായിട്ട്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് അവർ എവിടെയാണോ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത രീതിയിൽ അവരെ തടയപ്പെടുക, അവിടെ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും കൃഷി മന്ത്രി അർജുൻ മുണ്ട സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. താങ്കൾ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ച ചെയ്ത് രമ്യമായി തന്നെ ഈ പ്രക്ഷോഭം മാറ്റാം, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനെതിരെ കൃത്യമായിട്ടുള്ള ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ള ഒരു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. സമരം ശക്തമായി തന്നെ തുടരുന്നു. പക്ഷേ ശംഭു അതിർത്തിയിൽ ഇവരെ തടഞ്ഞിരിക്കുകയാണ്. മറ്റ് ചില പ്രതിരോധ മാർഗങ്ങൾ സമരക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അർജുൻ വിശദീകരിച്ചത്.